അരിഷ്ടാസുരൻ അല്ലെങ്കിൽ വൃഷഭാസുരൻ പൂർവ്വജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. ബൃഹസ്പതിയുടെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോയി. പക്ഷേ ബൃഹസ്പതിയെ നമസ്കരിച്ചില്ല. അപ്പം നീ കാളയായി പോ എന്ന് ശപിച്ചു. ഉടനെ ശാപമോക്ഷം കൊടുത്തു. കൃഷ്ണൻ്റെ കൈകൊണ്ട് നിനക്ക് മോക്ഷം കിട്ടും എന്നതായി. നോക്കി, ഇതാണ് മഹാത്മാക്കൾ. നീ 4 കാലിൽ നിന്നതുകൊണ്ട് ആണ് കാളയായിപ്പോ. സാഷ്ടാംഗ നമസ്കാരമാണ് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളത്, സ്ത്രീകൾക്കൊഴിച്ച്. ഇവൻ നമസ്കരിച്ചതേ ഇല്ല. അപ്പോൾ 4 കാലിൽ നിൽക്കുന്ന കാളയായി പോകും. കഴുതാന്ന് പറയാമല്ലോ, അല്ലേ? പറഞ്ഞില്ല. ഇതാണ് മഹാത്മാക്കളുടെ. അപ്പോഴും കഴുതയാവാൻ പറഞ്ഞില്ല. കാള, മൃഗങ്ങളിൽ ശ്രേഷ്ഠമാണ് കാള. വൃഷഭദേവൻ, അതാണ് വൃഷഭദേവനായിട്ട് വരും. വരതന്തു എന്നായിരുന്നു പേര്. വരതന്തു. ഭഗവത് സ്പർശം കൊണ്ട് മുക്തനായി. ദശകം 71. കേശിവധവും വ്യോമാസുരവധവും. അയക്കുന്നവരെ എല്ലാം ഈ ഗോകുലത്തിലുള്ളവർ കൊല്ലണു. അപ്പോഴാണ് തൻ്റെ ഭൃത്യന്മാരിൽ വെച്ച് ഏറ്റവും ശക്തനാണ് കേശി. ആ കേശിയെ കംസനയക്കുകയാണ്. യത്നേഷു സർവേഷ്വപി നാവകേശി. എല്ലാ യത്നങ്ങളിലും പ്രയത്നം എന്തെന്ത് പ്രയത്നം ചെയ്യുന്നുവോ അതിൽ നാവകേശിയാണ്. അവകേശി എന്ന് പറഞ്ഞാൽ വിഫലമായ കർമ്മം. നാവകേശി വിഫലമാകാത്ത കർമ്മം. അത് ജയം കിട്ടുമെന്നർത്ഥം. യത്നേഷു സർവേഷ്വപി നാവകേശി. ആരാ ഇവൻ്റെ പേര്? കേശി. കേശി എന്നാണ് ഇവൻ്റെ പേര്. സ ഭോജയേശിഷ്ടബന്ധു. പറഞ്ഞില്ലേ, ദിഗ്വിജയത്തിന് പോയതായ സമയത്ത് ശക്തന്മാരായ അസുരന്മാരെ എല്ലാം തോൽപ്പിച്ചു. അവരൊക്കെ മന്ത്രിമാരാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേശി കംസൻ്റെ ഇഷ്ടബന്ധുവായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നവരാണ്. ഭോജേശിദുഹു. ഭോജ ഈശിദുഹു. ഭോജന്മാരുടെ ഈശ്വരൻ ഭോജരാജാവ്. ആ രാജാവിൻ്റെ, കംസൻ്റെ ഇഷ്ടബന്ധു. ത്വം സിന്ധുജാവാപ്യ ഇതീവ മത്വാ. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് വിഷ്ണുവായിരിക്കുന്ന സമയത്ത് അങ്ങയെ സ്വീകരിച്ചത് ആരാണ്? സിന്ധുജ. സിന്ധു സമുദ്രം. സമുദ്രത്തിൽ ജനിച്ചവൾ ലക്ഷ്മീദേവി. ത്വം സിന്ധുജ അവാപ്യ. അങ്ങ് സിന്ധുജയാൽ പ്രാപിക്കപ്പെടുന്നവനാണ്, പ്രാപിക്കാൻ സാധിക്കുന്നവനാണ്. ഇതീവ മത്വാ എന്ന് വിചാരിച്ചിട്ട് സംപ്രാപ്തവാൻ, അവൻ എങ്ങനെ വന്നു? സിന്ധുജവാചി രൂപ. സിന്ധുജനായിട്ട് വന്നു. സിന്ധുവിൽ ജനിച്ചവൻ, സിന്ധുദേശത്ത് ജനിച്ചവൻ. അവിടെയുള്ള ഒരു കുതിരയായിട്ട് വന്നു. സിന്ധുജ വാജിരൂപ. സിന്ധുജയാൽ പ്രാപിക്കപ്പെട്ടവനാണ് വിഷ്ണു. ആ വിഷ്ണുവാണ്
കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. സിന്ധുജയ്ക്ക് പ്രാപിക്കാൻ സാധിച്ചു. അപ്പം ഞാനും സിന്ധുജനായിട്ട് പോവുകയാണ്. സിന്ധുവിൽ ജനിച്ച കുതിരയായിട്ട് പോകണു, എനിക്കും സാധിക്കും. ത്വം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ. സിന്ധുജ, സിന്ധുജം. സിന്ധുജ സിന്ധുവിൽ ജാതയായവൾ, സമുദ്രത്തിൽ ജാതയായവൾ. സിന്ധുജം സിന്ധു എന്ന ദേശത്ത് ജനിച്ചത്, ഉണ്ടായത്. അപ്പോൾ കംസൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താൻ ബന്ധുവിനെ പോലെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നതായ കേശിയെ വിളിച്ച്, ഇതുവരെ പോയവരെല്ലാവരും നശിച്ചിരിക്കണം, നീ പോയിട്ട് ഒന്നും പേടിക്കണ്ട, ഞാൻ അവനെ കൊന്നിട്ടേ വരുള്ളൂ എന്ന് സമാധാനിപ്പിച്ച് അയക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് സിന്ധുദേശത്തിലെ ഒരു കുതിരയുടെ രൂപത്തിലാണ് ആ കേശി വന്നത്.